الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ നമസ്കാരവും ദുആവും എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും പോയിന്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് അവിടുത്തെ പിതൃവിശുദ്ധിയും പിതൃപരമ്പരയും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നന്നാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബവിശുദ്ധി എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ ആദ്യത്തെ കണ്ണിയാണ് മാതാവും പിതാവും. ആ മാതാവും പിതാവും നന്നാവുകയും അവർ തമ്മിലുള്ള ഇണചേരൽ അത് അംഗീകൃതവും വിഹിതമാർഗമുള്ളതായതും ആണെങ്കിലാണ് അതിലൂടെ ജനിക്കുന്ന കുഞ്ഞിൻ്റെ ക്വാളിറ്റി വിശുദ്ധമായിത്തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം നൽകി പ്രബോധകനായി അല്ലാഹു തആല നിയോഗിക്കുന്നത്. എന്നാൽ അതുവരെ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? മക്കയിലെ അവസ്ഥകൾ എന്തായിരുന്നു? തിരുനബിയുടെ ജന്മം എങ്ങനെയായിരുന്നു? അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അവിടുത്തെ പിതാക്കൾ ആരൊക്കെയായിരുന്നു? അവരുടെ ചരിത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് പഠനവിധേയമാക്കുമ്പോഴാണ് തിരുദൂതരുടെ ആ വ്യക്തിത്വത്തിൻ്റെ തിളക്കം നമുക്ക് ബോധ്യപ്പെടുന്നത്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതോടുകൂടെ ഒരു പുതിയ ശരീഅത്തിന്റെ ആളായി മാറി അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരും പ്രബോധകരും ഒക്കെ ആകുമ്പോൾ അതുവരെയുള്ള അവസ്ഥ എന്താ? അതിന് ഫത്രത്തിന്റെ കാലം എന്ന് പറയും. ഏതെങ്കിലും ഒരു പ്രബോധകന്റെ ശരീഅത്ത് നിലനിൽക്കാത്ത കാലത്തിന് ഫത്രത്തിന്റെ കാലം എന്നാണ് പറയുക. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം വന്ന നബിയാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിലുള്ള കാലം ഈ 5-6 നൂറ്റാണ്ടുകളാണ് എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ ശരീഅത്തൊക്കെ കാലാവശേഷപ്പെട്ട് അതിലൊക്കെ മാറ്റത്തിരുത്തലുകളൊക്കെ വന്ന് അതിൻ്റെ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള നിയമപ്രകാരം ആരും വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല. നബിയുടെ മാതാപിതാക്കൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല. അന്നത്തെ ഒരു ശരീഅത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അവിടെയാണ് നമ്മൾ ചരിത്രം പരതുമ്പോൾ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വഅഖറജ അബൂ നുഐമിൻ മിൻ തുറുഖ് അൻ ഇബ്നു അബ്ബാസ്. ധാരാളം നിവേദന പരമ്പരകളിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മുത്തുനബി തങ്ങളുടെ പിതൃ സഹോദര പുത്രൻ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ തലവനായിട്ടുള്ള ആ മഹാനുഭാവനിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം. അത് നബിയുടെ മൊഴിയാണ് പറയുന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറയാണ്, ലം യൽതഖി അബവായ ഖത്തു അലാ സിഫാഹി. എൻ്റെ മാതാവും പിതാവും എനിക്ക് ജന്മം നൽകിയ ഈ മാതൃപിതൃ പരമ്പരയിലെ ആളുകൾ അവരൊരിക്കലും അവിഹിതമായി അവർ ഇണചേർന്നിട്ടില്ല. അവരാ നിലക്കുള്ളൊരു ബന്ധം നടത്തിയിട്ടില്ല. ലം യസലില്ലാഹു യൻകുലുനി. അല്ലാഹു എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു മിനൽ അസ്ലാബി തയ്യിബ, പരിശുദ്ധമായ മുതുകുകളിലൂടെ, ഇലൽ അർഹാമി താഹിറ, പവിത്രമായ ഗർഭാശയത്തിലേക്ക് നീക്കി കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഈ പറയപ്പെട്ട ജന്മത്തിനാവശ്യമായിട്ടുള്ള ആ എസൻസുകളൊക്കെ അത് സ്റ്റോർ ചെയ്യപ്പെട്ടത് പുരുഷന്റെ മുതുകിലാണ്.
അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേണം ഇവിടേക്ക് പോകാൻ, സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് പോവാൻ. അപ്പൊ പുരുഷൻ വിശുദ്ധമായ പരിശുദ്ധമായ മുതുകുകളിലൂടെ പവിത്രമായ ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ നീക്കി എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും പരിശുദ്ധിയോടുകൂടി ജീവിച്ച ആളുകളാണ്. അവരിലൂടെയാണ് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ആ നുത്ഫത്ത് ഇങ്ങനെ മാറി മാറി വന്നിട്ടുള്ളത്. മുസഫൻ മുഹദ്ദബൻ, അത് വളരെ ക്ലിയർ ആണ്, പരിശുദ്ധമാണ്. ലാ തതശഅബു ശുഅബതാനി ഇല്ലാ കുൻത ഫീ ഖൈരിഹിമാ. ഒരു കുടുംബത്തിൽ രണ്ട് വിഭാഗമായിട്ട്, രണ്ട് കുടുംബമായി, രണ്ട് ചെറുഗോത്രമായിട്ട് മാറിയാൽ അതിലേറ്റവും ഉത്തമമായ ഗോത്രമേ എന്താണോ ആ ഗോത്രത്തിലൂടെയാണ് ഞാൻ പിറന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇത് വെറുതെ എന്തെങ്കിലും പറയുകയല്ല, പരിശുദ്ധ ഖുർആൻ വഹി മുഖേന വന്നതാണല്ലോ. ആ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സാഷ്ടാംഗം ചെയ്യുന്നവരിലൂടെ അങ്ങിങ്ങനെ മറിഞ്ഞ് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടുണ്ട് അല്ലാഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തിരുദൂതർ പോന്ന വഴിയിലുള്ള ആളുകളെല്ലാം നല്ലവരായിരുന്നു. ഈ ആയത്തിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മാസാല നബി വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന ആ ആയത്തിന്റെ വാചകം ഉണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് പറയാണ്, മാസാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഖല്ലബു ഫി അസ്ലാബിൽ അംബിയാഇ ഹത്താ വലദതുഹു ഉമ്മുഹു. ഉമ്മ പ്രസവിക്കുന്നത് വരെ പൂർവ്വ അമ്പിയാക്കളിലൂടെ, പിതാക്കളിലൂടെ ഇങ്ങനെ പരിശുദ്ധമായ മുതുകുകളിലൂടെ, ആളുകളിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കാണല്ലോ മനുഷ്യൻ ആരംഭിക്കുന്നത്. ആദം നബിയുടെ ഇണയെ ഹവ്വാ ഉമ്മ റളിയല്ലാഹു അൻഹയെ അല്ലാഹു ആദമിൽ നിന്ന് സൃഷ്ടിച്ചപ്പോ ഒരു സ്ത്രീ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പുരുഷനിൽ ഉണ്ടാകാറുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരം, ഒരു ആകർഷണം ആദം നബി അലൈഹിസ്സലാമിലും ഉണ്ടായിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട്. അപ്പോഴാണ് അല്ലാഹു തആല അതിന് ബ്രേക്ക് ഇട്ടത് പറ്റില്ല, അതിന് ചില കടമ്പകളുണ്ട്, അതിന് ചില വ്യവസ്ഥകളുണ്ട്, അതിന് ചില നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ഉമ്മയും തമ്മിലുള്ള വിവാഹം അല്ലാഹു തആല എന്താക്കി നടത്തി കൊടുത്തു. അന്ന് മലക്കുകളാണ് ആ വിവാഹം നടത്തിയതെന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല, വിഹിതമായ ബന്ധത്തിലൂടെയാണ് അവർ ഇണചേർന്നത്. അങ്ങനെയാണ് മക്കളായത്. ഹവ്വാ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പ്രസവത്തിൽ തന്നെ അത്ഭുതമുണ്ട്. പ്രസവിക്കുന്നതെല്ലാം ഈ രണ്ട് ഇരട്ട കുട്ടികളാണ്, ഒരാണ് ഒരു പെണ്ണും, അങ്ങനെയാണ് ജനിച്ചിരുന്നത്. എന്നിട്ട് ഒരു പ്രസവത്തിലെ ആണ് മറ്റേ പ്രസവത്തിലെ പെണ്ണുമായിട്ടാണ് വിവാഹിതരാവുക. ആ പ്രസവത്തിലെ ആണ് ഈ പ്രസവത്തിലെ പെണ്ണുമായിട്ടും വിവാഹം. അങ്ങനെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കാലത്തിന് മനുഷ്യരില്ലെന്ന് തുടങ്ങണല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാ പ്രസവവും ഡബിൾ വെച്ചിട്ടാണ്. അതേ സമയത്ത് ഹവ്വാ ഉമ്മ പ്രസവിച്ച ഒരു പ്രസവം ഒറ്റ പ്രസവമായിരുന്നു. അതിലൊരു ആൺകുട്ടി മാത്രമാണ് ജനിച്ചത്. അതാരാന്ന് വെച്ചാൽ ഷീസ് നബി അലൈഹിസ്സലാമാണ്. അഥവാ ആദം നബിക്ക് ശേഷം പ്രവാചകത്വം ഏറ്റെടുത്ത് ആ പാരമ്പര്യം നിലനിർത്തി വന്ന ആളാണ് ആര്? ഷീസ് നബി അലൈഹിസ്സലാം. അവർ ജനിക്കുമ്പോൾ ആ ഷീസ് നബി ഒറ്റക്കേട്, കൂടെ ഒരു പെങ്ങള് പോകുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി ആദം അലൈഹിസ്സലാമിന്റെ മക്കളിൽ പിന്നെ ഹാബീൽ ഖാബീൽ എന്ന ചരിത്ര മക്കളുണ്ടല്ലോ, രണ്ടാൾ ഹാബീൽ ഖാബീൽ. ഓരോ രണ്ടാളും പിന്നെ ഓരോ പ്രസവത്തില് ഓരോ പെങ്ങന്മാരോടുകൂടെ ഇരട്ട പ്രസവിച്ചവരാണ്. പക്ഷെ ആ ഹാബീൽ ആരായി? ഘാതകനായി. ഹാബീലിനെ കൊന്ന ആളായി ഹാബീൽ. ഹാബീൽ എന്ത് ചെയ്തു? കുറ്റം ചെയ്തിട്ട് മരിച്ചു. ആ കൊലയ്ക്ക് വിധേയപ്പെട്ട ആളായി, കൊല്ലപ്പെട്ടുപോയ ആളായി ആര്? ഹാബീൽ. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ പരമ്പര വരുന്നത് എങ്ങനെയാ? ഷീസ് നബി അലൈഹിസ്സലാമിലൂടെയാണ്. ഷീസ് നബി കൂടെ ഒരാളില്ല. ഈ ഹാബീൽ ഖാബീലിന്റെ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. അത്രയും അന്ന് മുതലേ ഈ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടാണ് വരുന്നത് എന്നർത്ഥം. ആ ഷീസ് നബിയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പോരുന്നത്. എന്ന് വെച്ചാൽ അത്രയും പരിശുദ്ധി അവിടുന്നേ പോകുന്നത്. അപ്പൊ ആദം നബിയും ഹവ്വാവും തമ്മിൽ വിവാഹം കഴിച്ചു. മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിഞ്ഞ് അങ്ങനെയാണ് ആ പാരമ്പര്യം പോകുന്നത്. മനുഷ്യൻ എക്കാലത്തൊക്കെ ജീവിച്ചിട്ടുണ്ടോ അക്കാലത്തൊക്കെ മനുഷ്യർ തമ്മിൽ ഇണചേരുന്നതിന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, വിവാഹം ഉണ്ടായിരുന്നു. ആ വിവാഹത്തിലൂടെ മാത്രമേ ബന്ധപ്പെട്ടിട്ട് ആ പരിശുദ്ധിയോട് കൂടിയിട്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്.
അപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവും അമിന ബീബി റളിയല്ലാഹു അൻഹയും തമ്മിൽ അവരും വിവാഹത്തിലൂടെയാണ് അവർ ബന്ധം പുലർത്തിയിട്ടുള്ളത്. അവിഹിത ബന്ധങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറ്റം ഉണ്ടാവും. എങ്കിലും ആണും പെണ്ണും തമ്മിൽ ഇണചേരുന്നതിനുള്ള വ്യവസ്ഥ പണ്ട് മുതൽ മനുഷ്യകുലങ്ങളിൽ കാണുന്നുണ്ട്. അത് വിവാഹമാണ്. അത് ഓരോ കാലഘട്ടത്തിലുള്ള വിവാഹമാണ്. ആ വിവാഹത്തിലൂടെ മാത്രമേ ഈ പിതൃപരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അവിഹിത ബന്ധത്തിൽ ജനിക്കുന്ന ആളല്ല. അവിഹിത ബന്ധത്തിലൂടെ ജനിക്കുന്ന മക്കളിൽ ഈ പറയപ്പെട്ട ക്വാളിറ്റി ഉണ്ടാവില്ല. വാപ്പ മോശക്കാരനാണ് അല്ലെ ഉമ്മ മോശക്കാരനാണ് എന്നാ ആ മോശത്തരം ഓട്ടോമാറ്റിക് ആയിരിക്കും വരും. ഈ മക്കളിലും അത് പ്രകടമാകണം. അതുണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം, നല്ല സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വംശത്തെ സൃഷ്ടിക്കുന്നതിന്റെ പ്രക്രിയയുടെ പ്രാരംഭമാണ് ഈ ഭാര്യയും ഭർത്താവും ഇടചേരുന്നത്. അപ്പൊ അത് പരിശുദ്ധമായെങ്കിൽ മാത്രമേ തുടർന്ന് ഉണ്ടാകുന്ന മക്കള് അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉത്കൃഷ്ടമാകുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. അപ്പൊ എക്കാലത്തും എന്ത് നടന്നിട്ടുണ്ട്? വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ ചില ആളുകൾക്ക് വിവാഹം തന്നെ വേണ്ട എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യ പ്രകൃതിക്ക് പോലും വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. മനുഷ്യ പ്രകൃതിക്ക് പോലും വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ മതത്തെ മാറ്റി വെക്കാം. മനുഷ്യൻ എന്ന് മുതലുണ്ടായ അന്ന് മുതലേ പോരുന്നൊരു പ്രക്രിയയാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം ഉണ്ടാവണം. വിവാഹം എന്ന് പറഞ്ഞ മൂല്യമാണ്. അത് വളരെ വിശുദ്ധമായ ഒന്നാണ്. ആ വിവാഹത്തിലൂടെ മാത്രമാണ് ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടേണ്ടത് എന്നുള്ളതാണ്. ആ വ്യവസ്ഥ പാലിക്കപ്പെടണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലം യൽതഖി അബവായ ഖത്തു അലാ സിഹാ. നമ്മളെ മഖൂസ് മൗലിദിൽ കാണാം, വഅഖർജനി അല്ലാഹു ഫീ സുൽബി ഇബ്രാഹിം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفات قط എന്ന് പറയുന്നത് കിതാബിലുള്ള ഈ വരികളൊക്കെ ചേർത്തതാണ്. മഖൂസ് മൗലൂദിൽ ചേർത്തിട്ടുള്ള വരികളൊക്കെ കിതാബുകളിൽ ഹദീസുകളിൽ വന്ന വാചകങ്ങൾ കോട്ട് ചെയ്തിട്ടാണ്. അല്ലാണ്ട് വെറുതെ ഒരാൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. ഇതുപോലെ കിതാബുകളിൽ കാണുന്ന രേഖകൾ വെച്ചിട്ടാണ് ആ മൗലൂദ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണ്, സത്യസന്ധമാണ്, ചരിത്രങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ടതുപോലെ സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ച് അവിടുത്തെ ഉത്തമ അനുയായി ആവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കും നമ്മുടെ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, ഉമ്മയും ഉപ്പയും ബന്ധുക്കളുമായി. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.